ഹലോ ഗൈസ്, നമസ്കാരം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രൊട്ടസ്റ്റും അവിടുത്തെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭമല്ല. ഇവിടെ ഈ വിദ്യാർത്ഥികൾ കൃത്യമായി പറയുന്നുണ്ട്, ആ മിനിസ്റ്റർ രാജിവെക്കണം, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം ഒരു റിപ്പോർട്ടർ, ഈ CJP എന്ന പാർട്ടിയുടെ ഒരു നേതാവിനോട് ഒരു റിപ്പോർട്ടർ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, രാജിവെച്ചാൽ പ്രശ്നം തീരുമോ എന്നുള്ളത്. തീർച്ചയായും എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് റിപ്പോർട്ടർ ചോദിക്കുന്നു. അപ്പോൾ ഈ നേതാവ് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ആ ഒരു കമ്പനിയിൽ 2-3 മിസ്റ്റേക്സ് അല്ലെങ്കിൽ എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നിങ്ങളെ തുടരാൻ അനുവദിക്കുമോ? ഇല്ല എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അവരെ പുറത്തിടുക അല്ലെങ്കിൽ അവരെ മാറ്റുക എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട അനിവാര്യമായൊരു ഘടകമാണ്. അല്ലെങ്കിൽ ആ കമ്പനിക്ക് അത് മോശമാണ്. എന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹം തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് മോശമാണ്, ഇന്ത്യയിലെ ജനതയ്ക്ക് അത് മോശമാണ്, നാശമാണ്. ഇദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞാലും ഇതുപോലെ മറ്റൊരാൾ വരില്ലേ എന്നാണ് ചോദ്യം. ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും മറ്റൊരാൾ വരും. പക്ഷേ ആ വരുന്ന ആളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ, തീർച്ചയായും ഇവിടുത്തെ വിദ്യാർത്ഥികൾ, തീർച്ചയായും ഈ സമൂഹത്തിലെ ജനങ്ങൾ, അവിടുത്തെ ആളുകൾ തീർച്ചയായും പ്രതികരിക്കും എന്നുള്ളത്, സമരം ചെയ്യുമെന്നുള്ളത്, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ഇത്തരത്തിൽ ഓരോ നേതാവിൻ്റെ ഉള്ളിലും ജനങ്ങൾ പ്രതികരിക്കുമെന്ന ഭയം ഉണ്ടാക്കിയെടുക്കലാണ് ഈ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഇത്തരത്തിൽ സുപ്രധാനമായൊരു വിഷയം രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതെ ഒരുപാട് ഒരുപാട് താരങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നിട്ടുണ്ട്. ആക്ച്വലി ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഇങ്ങനെ സ്റ്റാർ ആയത്, ഇവർക്ക് ഈ പണം അല്ലെങ്കിൽ ഈ ഒരു ഫാൻ ബേസ് കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുത്ത പണം കൊണ്ട് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ ആ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? X or Y, ഞാനൊരു പേഴ്സണെ എടുത്ത് പറയുന്നില്ല, ഒരാളെ പറ്റി പറയുന്നില്ല. ഒരുപാട് ആളുകൾ പിന്തുണച്ച് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. ഇവിടെ നിങ്ങൾ സെൽഫിഷ് ആയി കഴിഞ്ഞാൽ ഒരു രാജ്യം തന്നെ തകർന്നു പോകുന്ന തരത്തിലുള്ള ഒരു യുവതയാണ് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്, ഒരു ജനതയാണ് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്. പണ്ട് മഹാനായ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാസമ്പന്നമായ ഒരു ജനതയാണെന്നുള്ളത്. അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു പാർട്ടിക്കെതിരെയുള്ള സമരം, ഇന്ത്യയുടെ സിസ്റ്റം കൃത്യമായി നിലനിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം മാത്രമാണ്. ആരോ ഭരിക്കട്ടെ, ജനങ്ങൾക്ക് നന്മയുണ്ടാവുക എന്നുള്ളതാണ് ഏത് പാർട്ടി വന്നാലും നമ്മുടെ ആവശ്യം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ജനങ്ങളുടെ പവർ എന്താണെന്ന് തിരിച്ചറിയിക്കേണ്ട ഒരു സമയമാണ്, സന്ദർഭമാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ മടിച്ചിരുന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അണ്ണാക്കിൽ പിരിവെട്ടി മുകളിൽ നോക്കിയിരിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കാൻ പോകുന്നത്, എൻ്റെയും നിങ്ങളുടെയൊക്കെ അടുത്ത ജനറേഷൻ തലമുറ അനുഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഫ്രോഡ്, സ്കാമായിട്ടുള്ള ആളുകളുടെ സേവനങ്ങളും കാര്യങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ സുഡാപ്പികളാണ്, പിന്നെ തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് റീൽസും കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു ജാതിയുടെ പ്രശ്നമല്ല, ഇത് ഏതെങ്കിലും പ്രത്യേക വർഗത്തിന്റെ പ്രശ്നമല്ല, ഏതെങ്കിലും സമൂഹത്തിന്റെ പ്രശ്നമല്ല. ഇത് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഭാവി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.